ഹായ് ഓൾ, ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള 178 പേർക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. രാവിലെ അപ്പവും എഗ്ഗറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പത്തിൻ്റെ മാവ് ഇന്നലത്തത് ബാക്കി ഇരിപ്പുണ്ട്. അതിലമ്മ രാവിലെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അരച്ച് കൂടെ ചേർക്കുന്നത് ഞാൻ കണ്ടു. കുറച്ച് തേങ്ങയും ചോറും കൂടെ ആണെന്ന് തോന്നുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് 9 മണിയൊക്കെ ആയി കേട്ടോ. അമ്മ എണീറ്റ് ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പിള്ളേർക്കുള്ള പാലും കാച്ചി വെച്ചിരുന്നു. ഞാനും കുട്ടികളും താഴത്തേക്ക് വന്നപ്പോൾ തന്നെ അമ്മ രണ്ടുപേർക്കും പാല് കൊടുത്തു. 3 പേരും കൂടെ വെളിയിൽ നിൽപ്പുണ്ട്. എഗ്ഗറിക്കായിട്ട് 4 എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നിലൂന് അപ്പവും പാലും പഞ്ചസാരയും തന്നെയാണ് കൊടുക്കുന്നത്. അവൻ ഇടയ്ക്ക് കാടമുട്ട കൊടുക്കും. അത് അമ്മ ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുത്തിട്ടാണ് അങ്ങ് കൊടുക്കാറ്. വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ എഗ്ഗറി ചെയ്യുന്നത്. കടുകും പെരുംജീരകവും കറിവേപ്പിലയും എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ഞാൻ 4 രാത്രി തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റായിട്ട് എണീക്കുന്ന ദിവസം എനിക്ക് നന്നായിട്ട് വിശക്കും കേട്ടോ. സാധാരണ സ്കൂളിൽ പോകുന്ന ടൈമിൽ നമ്മൾ 8:30 ഭക്ഷണം കഴിക്കുന്നതല്ലേ. പിന്നെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് പിറ്റേന്നത്തേക്കുള്ളതെല്ലാം അരിഞ്ഞും പിറക്കിയൊക്കെ വെക്കുന്നതുകൊണ്ട് അതൊരു ശീലമായിപ്പോയി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നാളത്തേക്കുള്ള മെനു ഒക്കെ ആലോചിച്ച് ഫിക്സ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അരിഞ്ഞും ക്ലീൻ ചെയ്തും ഒക്കെ വെക്കും. രാവിലെ പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഞങ്ങൾ മാത്രമായിട്ട് സെപ്പറേറ്റ് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ശീലമാണത്. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പതുക്കെയൊക്കെ എണീറ്റാൽ മതി. എണീറ്റ് അരമണിക്കൂറിനുള്ളിൽ എല്ലാം ആകുകയും ചെയ്യുമല്ലോ. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോഴേക്ക് ഞാൻ വന്ന് ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്തു, കാപ്പി ഇട്ടു. അമ്മ രാവിലെ കട്ടൻ ചായ കുടിച്ചതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇനി കാപ്പി വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് കാപ്പി എടുക്കുന്നില്ല. അലനുള്ള കാപ്പി എടുത്ത് അടച്ചു വെച്ചു. അലൻ എണീറ്റിട്ടില്ല. അങ്ങനത്തെ അപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇളകി വരുന്നുണ്ട്. ഞാനെങ്ങാനും അരച്ച മാവായിരുന്നിരിക്കണം. ഇപ്പം അതിൻ്റെ അകത്ത് ഞാൻ വലിച്ചു പിച്ചി എടുക്കേണ്ടി വന്നേനെ. പാല് കുടിച്ചതിൻ്റെ ഉന്മേഷത്തിൽ രണ്ടുപേരവിടെ വെളിയിലൊരു ഫുട്ബോളുമായിട്ട് തകർക്കുവാണ്. അമ്മ നോക്കാനുള്ളത് കൊണ്ട് കുറച്ച് സ്വസ്ഥതയുണ്ട്. അല്ലെങ്കിൽ രാവിലെ ഞാൻ മുറ്റത്തോട്ടും അകത്തോട്ടും ഒക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ടി വന്നേനെ. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ അതിൽ ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർക്കും കേട്ടോ. അതിപ്പോൾ അതല്ലേലും ചേർക്കും. എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കറികളിലൊക്കെ ലേശം പഞ്ചസാര ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഹോട്ടൽസിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന കറിയിൽ ഇത്തിരി മധുരം ഉണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നപ്പോഴേക്ക് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പൊടികളായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയും സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ്. എനിക്ക് മുട്ടക്കറിയൊക്കെ നല്ല റെഡ് കളറിലിരിക്കണം കേട്ടോ. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പൊടികൾക്ക് മുന്നേ തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ കറിയിലൊരു പച്ച രുചിയും വരും, പിന്നെ ഇത്രയും കളറും വരില്ല. അതുകൊണ്ട് ഈ പൊടിയൊന്ന് മുരിച്ചെടുത്തിട്ടാണ് ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. തക്കാളി വെന്തുടഞ്ഞിട്ട് വേണം നമുക്കിനി വേണ്ട വെള്ളം അതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞു കഴിഞ്ഞു. ഇനി ആ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഉടച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുവാണ്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ലേശം വിനാഗിരിയും കൂടി ഒഴിക്കും. എനിക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു വൈറ്റ് വിനിഗർ നല്ലതല്ല എന്ന്. ആക്ച്വലി അത് നല്ലതാണ് കേട്ടോ, കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാനായിട്ട്. എസ്പെഷ്യലി വിത്ത് എഗ് ആൻഡ് മീറ്റ് വൈറ്റ് വിനിഗർ കുറച്ച് ഒഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഇത്തിരി ചിക്കൻ മസാലയാണ് കേട്ടോ. ഇതിപ്പോൾ അവസാനത്തെ അപ്പമാണ്. ഞാൻ ഇങ്ങനെ എണ്ണി അങ്ങ് ചുടും കേട്ടോ. ബാക്കി മാവ് ഇനി നാളത്തേക്ക് വെക്കാനാണ്. ഇത് എത്ര കഴിച്ചാലും എനിക്ക് മതിയാവത്തില്ല. ഇഷ്ടപ്പെട്ട വിഭവം നാനും പനീർ ബട്ടർ മസാലയാണെങ്കിലും കുക്കുവിനും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തുള്ള ക്രേവിംഗ് ആണ് അപ്പവും ബീഫ് കറി. ബീഫ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുട്ടക്കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. പിന്നെ നാളെ ബീഫ് വാങ്ങുമല്ലോ. അപ്പോൾ വൈകുന്നേരം ആണെങ്കിലും 2-3 അപ്പം ചുട്ടിട്ട് എനിക്ക് കഴിക്കാമല്ലോ. അതാണ് പ്ലാൻ. ഇനിയിപ്പോൾ കുക്കുവിനും നിലൂനും വാരി കൊടുക്കണം. അമ്മയുടെ കയ്യിലോട്ട് ഞാൻ അപ്പവും പാലും പഞ്ചസാരയും ഒഴിച്ച് നിലൂന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് കുക്കുസാറിനാണ്. കുക്കുസാറിന് ഇന്നലെ തൊട്ടൊരു ചെറിയ പനിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ അവന് ഇഷ്ടമായതുകൊണ്ട് രാവിലെ നല്ലപോലെ കഴിച്ചു. വില്യംജിക്ക് ഇന്നൊരു പൂജ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കാണ് അമ്മ പറയുന്നത് ഒരു 10-25 വർഷം മുമ്പുള്ള സംഭവമാണ്. 4 കൂട്ടുകാർ ഒരുമിച്ച് കടലിലൊരു നീന്തൽ മത്സരം വെച്ചതാണ്. പറഞ്ഞ പോയിന്റിലേക്ക് 4 പേര് എത്തിയെങ്കിലും കരയിലേക്ക് നീന്തി കയറിയപ്പോഴത്തേക്ക് ഒരാൾ എത്തിയിട്ടില്ലായിരുന്നു. അന്വേഷിച്ചെങ്കിലും ആ ചേട്ടൻ്റെ ബോഡിയും കിട്ടിയിട്ടില്ലായിരുന്നു. സംഭവം നടന്നിട്ട് ഇപ്പോൾ 25 വർഷമായി. അതുകൊണ്ട് ഇന്നേക്ക് 25ാമത്തെ വർഷത്തിൻ്റെ ഓർമ്മ പൂജ അവരുടെ വീട്ടുകാരെ നടത്തുവാണ്. അപ്പോൾ അമ്മച്ചി ആ പൂജയ്ക്കാണ് പോകുന്നത്. ഞങ്ങളിവിടെ ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് അമ്മച്ചി അപ്പുറത്ത് തുണി വിരിക്കാൻ വന്നു കേട്ടോ. അന്നേരമാണ് അമ്മച്ചി ഈ പൂജയുടെ കാര്യം പറയുന്നത്. ഞാൻ അമ്മേനോട് ഇത് ചോദിക്കുന്നത്. ഇങ്ങനെ എത്ര കഥകളുണ്ടെന്നറിയാമോ ഇവരുടെ കയ്യിൽ, നമ്മൾ അറിയാത്ത. അപ്പോഴത്തേക്ക് ഇതേ സേറമോള് വന്നു. അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങ് പോരും. നിലുവിൻ്റെ പോറ്റമ്മയെന്നാണ് ഇവിടെ ഉള്ള എല്ലാവരും അവളെ പറയുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് നിലുവിന്. നിലുവിനാണെങ്കിൽ സേറ വന്നു കഴിഞ്ഞാൽ ഇത്തിരി പവർ കൂടും കേട്ടോ. കുക്കുച്ചേട്ടൻ ഇച്ചിരി സ്വസ്ഥമായിട്ട് ഫോണിൽ ഗെയിമൊക്കെ കളിക്കാൻ കിട്ടുന്ന സമയമാണിത്. അതുകൊണ്ട് അവൻ നിലുവിനെ സേറയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഫോണുമായിട്ട് ഇരിപ്പുണ്ടാവും. വാഷ് ചെയ്യാനുള്ള തുണി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര നേരം കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് വന്ന പാടെ ഞാനതുകൊണ്ട് മെഷീനിലിട്ടു. ഇന്ന് മേലെ ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം താഴെയും ഒരു ദിവസം മേലെയും പിന്നെ ഒരു ദിവസം മുറ്റം അങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഈ മേലെയും താഴെയും ക്ലീൻ ചെയ്യുന്നത് ചിലപ്പം ഒരാഴ്ച മോപ്പ് ചെയ്യലാണെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ സ്വീപ്പ് ചെയ്യലായിരിക്കും ചെയ്യുന്നത്. 2ാമത്തെ സി സെക്ഷന് മുമ്പ് വരെ ഇതൊക്കെ ഞാൻ ഒറ്റ ട്രിപ്പിന് ചെയ്യുമായിരുന്നു. ഈവൻ നിലുവിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഛർദിലൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഞാൻ ഒരു ദിവസം തന്നെ എല്ലാം കൂടെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും പറ്റത്തില്ല. നടുവ് ആകെ പാളിയിരിക്കുകയാണ്.
അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ കുക്കറിൽ അരിയിട്ടു. ലഞ്ചിനായിട്ട് നോൺ വെജ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് ഒരു പീസ് ചൊറകാണ്. ഈ അനുചേച്ചി ചൊറകെന്ന് പറഞ്ഞാണ് എൻ്റെ വായിൽ അത് വരുന്നത് കേട്ടോ. സ്രാവ് എന്നാണ് കൊല്ലത്ത് പറയുന്നത്, ആലപ്പുഴയിലേക്ക് ഇതിനെ ചൊറക് എന്നാണ് പറയുന്നത്. ഇത് വെട്ടി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ തൊലി അങ്ങനെ ഉരിച്ചെടുക്കാനൊന്നും പറ്റില്ല, അത് ചൂടുവെള്ളത്തിലിട്ട് ഇങ്ങനെ പതുക്കെ തെറ്റിച്ച് കളയണം. അത് അമ്മ ചെയ്തോളും, എനിക്ക് വലിയ പിടിയില്ല. ചോറിൻ്റെ കൂടെ ഇവിടെ എന്തെങ്കിലും ഒരു ഫ്രൈ അപ്പനും മോനും വേണം. അപ്പോൾ ഇന്ന് ഫ്രൈ ആയിട്ട് ചെയ്യാനായിട്ട് വേറെ മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് ഫ്രൈ ചെയ്യുവാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വെജിറ്റബിൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് അതിലേക്ക് പൊടികളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ലേശം വീണ്ടും വിനാഗിരി ചേർത്ത് അതൊന്ന് വെണ്ടയ്ക്ക ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ് കേട്ടോ. ഒരു 2 തുള്ളി വിനാഗിരിയെ ഞാൻ ഒഴിക്കത്തുള്ളൂ. അതൊഴിച്ച് നന്നായിട്ട് കുഴച്ച് വയ്ക്കും. ഇത് ഇങ്ങനെയാണ് അമ്മ സ്രാവ് വൃത്തിയാക്കുന്നത്. ഈ ചൂടുവെള്ളത്തിലോട്ട് ഇത് മൊത്തം ഡിപ്പ് ചെയ്യത്തില്ല, പെട്ടെന്ന് കുക്കായി പോകും. ഇങ്ങനെ തൊട്ട് എടുത്തിട്ട് ആ മേലത്തെ തൊലി ഇങ്ങനെ അമ്മ ഇങ്ങനെ പതുക്കെ കൈവച്ച് ഇങ്ങനെ ഇളക്കി കളയുമ്പോൾ അതങ്ങ് ഇളകി പോയിക്കോളും. അപ്പോൾ ആ ഗ്യാപ്പിന് ഞാൻ ഇവിടെ പൊടികളൊക്കെ ഇട്ടു. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലും ഫ്രൈ ചെയ്തെടുക്കാം, പക്ഷേ ഞാൻ നോക്കിയിട്ട് എല്ലാ ഫ്രൈക്കും ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല വിളഞ്ഞ തേങ്ങയിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും 2 ചെറിയുള്ളിയും ചേർത്ത് അമ്മ അരച്ച് തന്നതാണിത്. മീൻകറിക്കുള്ള അരപ്പാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും പച്ചമുളകും പിന്നെ കുടംപുളി കഴുകിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കും. അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന ഗ്യാപ്പിൽ ഞാൻ വെണ്ടയ്ക്ക പൊരിച്ചെടുത്തു. ഞാൻ ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് എടുക്കുമായിരുന്നു കേട്ടോ, താഴേന്ന് ഇളകി വരാൻ, അടി പിടിക്കാതിരിക്കാൻ. പക്ഷേ കറിവേപ്പില ഇട്ടിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളകി വരികയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും വരികയും ചെയ്യും. ഇപ്പം അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് കറിവേപ്പില ഇട്ടിട്ടാണ് എല്ലാ ഫ്രൈയും ചെയ്യുന്നത്. അരപ്പ് തിളച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ കളറിൻ്റെ അസ്കിത ഉള്ളതുകൊണ്ട് അത്രയും മഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത്തിരി റെഡ് ആക്കാനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാനതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മുടെ ഈ സ്രാവ് ഇടാൻ. ഇത് വേകാൻ അധികം സമയം വേണ്ട, ഒത്തിരി നേരം തിളപ്പിക്കുകയും ചെയ്യരുത്. അപ്പോൾ മീനൊക്കെ സൈഡൊക്കെ ക്ലീൻ ചെയ്ത് അതിലേക്കിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തു. വീണ്ടും അത് താളിക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും കടുകും ഒക്കെ പൊട്ടിച്ചു. അതിലും ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇട്ടു, ആ ഒരു ഓറഞ്ച് കളർ മേളിൽ നിൽക്കാനായിട്ട്. സ്രാവ് ആദ്യമേ ആ തിളച്ച വെള്ളത്തിലിട്ട് അതിൻ്റെ അരം കളഞ്ഞിട്ട് വീണ്ടും അമ്മ തിളച്ച വെള്ളത്തിലിട്ട് തന്നെയാണ് അത് കഴുകിയെടുത്തത്. അപ്പോൾ അത് ഓൾറെഡി ഒന്ന് കുക്കായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അധികം തിളയ്ക്കരുതെന്ന് പറഞ്ഞത്. അങ്ങനെ പണിയൊക്കെ തീർത്തിരുന്നപ്പോഴത്തേക്ക് അമ്മയുടെ ചേച്ചി വന്ന് കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങ് കറിയാക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ജീരകവും ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ അരച്ചെടുത്തു. വലിയമ്മ ചക്കച്ചോള അടർത്തി തന്നെയാണ് കൊണ്ടുവന്നത്, എന്നാലും അമ്മ ചക്കക്കുരുവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ അതെല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് അരപ്പ് ഇട്ട് ഉപ്പിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് കുഴച്ചിട്ട് ഇനി അടച്ചു വെച്ച് ഒരു വിസിലടിക്കുന്നത് വരെ വേവിക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഒരു വിസിലടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം കൂടെ ഒരു കലത്തിലേക്ക് മാറ്റി നല്ലപോലെ കുത്തി ഉടച്ചിട്ട് ഇതും താളിച്ചിടുവാണ്. വീണ്ടും കടുകും കറിവേപ്പിലയും പിരിയമുളകും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും ചേർത്ത് അത് താളിച്ചിട്ടു. അമ്മയും കുക്കുവും നിലുവും കൂടെ നിലുവിന് ചോറ് കൊടുക്കാനായിട്ട് പുറത്തോട്ട് പോയി. അങ്ങനെ നടന്ന് അവർ ലില്ലിയംസിൻ്റെ വീട് വരെ പോയിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇനി ഞാനും അലനും കൂടെ ചോറ് തിന്നാൻ പോവുകയാണ്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്നെ യൂട്യൂബിലേക്ക് എത്തിച്ച എൻ്റെ ഫോളോവേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.